ആർത്രൈറ്റിസ് വേഴ്സസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. വളരെയധികം ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്സിന് വരാറുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് കണ്ടീഷൻസും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയാലും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയാലും ജോയിന്റിനെ ബാധിക്കുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും പൊതുവായ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ രണ്ട് കണ്ടീഷൻസും തമ്മിൽ. അപ്പൊ ഇതിന്റെ കമ്പാരിസൺ അറിഞ്ഞിരിക്കേണ്ട വളരെയധികം, കമ്പാരിസൺ അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയിഡ് ആർത്രൈറ്റിസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് ആണ്. ആ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ്, അതായത് പ്രോഗ്രസീവ്ലി ഡാമേജ് ആവുകയാണ്, വിയർ ആൻഡ് ടിയർ സംഭവിക്കുകയാണ്. ഓക്കെ, അതേസമയം റിമറ്റോയിഡ് ആർത്രൈറ്റിസിലേക്ക് വരികയാണെങ്കിൽ അതൊരു സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അപ്പം അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ അത് ജോയിന്റിലെ മാത്രമല്ല, വെറും ജോയിന്റിൽ മാത്രമല്ല അത് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മളെ ശരീരത്തിലെ മറ്റ് സിസ്റ്റത്തിനെ കൂടെ അത് ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ ബാധിക്കാം, പൾമണറി സിസ്റ്റത്തിനെ ബാധിക്കാം. ഓക്കെ, അതായത് മറ്റ് അവയവങ്ങൾ കൂടെ, ജോയിന്റിനെ മാത്രമല്ല മറ്റ് അവയവങ്ങളെ കൂടെ അത് ബാധിക്കുന്നുണ്ട് എന്നർത്ഥം. അതാണ് സിസ്റ്റമിക്. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡി ഇമ്മ്യൂണിറ്റി നമ്മളെ ബോഡീനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക. ഇതാണ് ഇപ്പം ഫസ്റ്റ് ഡിഫറൻസ് നമ്മളെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് ആണ്. അതേസമയം റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളെ ജോയിന്റിൽ മാത്രം ഒതുങ്ങുകയാണ്, നമ്മളെ ജോയിന്റിനെ മാത്രമാണ് ബാധിക്കുന്നത്. അതേസമയം റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ജോയിന്റ് മാത്രമല്ല നമ്മളെ ശരീരത്തിലെ മറ്റു സിസ്റ്റങ്ങളെ കൂടെ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ്, ഇത് ജോയിന്റിൽ പ്രൈമറിലി എവിടെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ കാർട്ടിലേജിനെയാണ്, ആർട്ടിക്കുലർ കാർട്ടിലേജിനെയാണ്. ഓക്കെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രൈമറിലി എവിടെയാണ് പ്രശ്നം വരുന്നത്? ജോയിന്റിന്റെ ആർട്ടിക്കുലർ കാർട്ടിലേജിനാണ്, അത് ഓർത്ത് വെക്കുക. അതേസമയം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എവിടെയാണ് ഫസ്റ്റ് തന്നെ എഫക്ട് ചെയ്യുന്നത്? നമ്മളെ ജോയിന്റിലെ സൈനോവിയൽ മെംബ്രെയിനാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഫസ്റ്റ് തന്നെ വരിക എന്ന് പറയുന്നത് സൈനോവൈറ്റിസ് ആണ്. അതേസമയം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്താ സംഭവിക്കുന്നത്? ആർട്ടിക്കുലർ കാർട്ടിലേജ് ഡീജനറേഷൻ ആണ്. പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ അടുത്ത സമയം പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. ദെൻ രണ്ടാമത് അത് പ്രൈമറിലി എവിടെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, ജോയിന്റിന്റെ എവിടെ എഫക്ട് ചെയ്യുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആർട്ടിക്കുലർ കാർട്ടിലേജിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അതേസമയം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സൈനോമിയൽ മെംബ്രെയിനെയാണ് ഇഫക്ട് ചെയ്യുന്നത്. ഇക്കാര്യം ആരും മറന്നു പോകരുത്. ഓക്കെ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇത്, ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ഇനി വാട്ട് ആർ ദ അതർ ഡിഫറൻസ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ പാത്തോഫിസിയോളജി ഒന്ന് നോക്കാം. അപ്പോൾ ഈ പാത്തോഫിസിയോളജി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ പാത്തോഫിസിയോളജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതിൽ ഫസ്റ്റ് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ആണ്. നമ്മളെ ബോഡി ഇമ്മ്യൂണിറ്റി നമ്മളെ ബോഡീനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, ആ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷന്റെ ഭാഗമായിട്ട് നമ്മളെ സൈനോവിയൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എവിടെയാണ് ഫസ്റ്റ് ബാധിക്കുന്നത്? നമ്മളുടെ സൈനോവിയൽ മെംബ്രെയിൻ ആണ് ബാധിക്കുന്നത്, അതായത് സൈനോവൈറ്റിസ് ഉണ്ടാവുന്നു. സൈനോവൈറ്റിസ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാനസ് ഫോർമേഷൻ ആണ്. പാനസ്
പാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോലിഫറേഷൻ ഓഫ് ഗ്രാനുലേഷൻ ടിഷ്യൂ ആണ്. ഓക്കെ, ഒരു തരം ടിഷ്യൂ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാവുകയാണ്. അതിനാണ് നമ്മൾ പാനസ് എന്ന് പറയുന്നത്. അപ്പോൾ പാനസ് ഫോർമേഷൻ ഉണ്ടാവുന്നു. ഈ പാനസ് ഫോർമേഷൻ നമ്മളെ ആർട്ടിക്കുലർ കാർട്ടിലേജിന്റെ മുകളിലാണ് ഉണ്ടാവുക. അത് എന്ത് സംഭവിക്കുന്നു? ഈ പാനസ് ഫോർമേഷൻ ഉണ്ടാവുന്നത് കൂടി നമ്മളെ കാർട്ടിലേജ് എന്താവാൻ തുടങ്ങുന്നു? കാർട്ടിലേജിൽ ഡിസ്ട്രക്ഷൻ വന്നു തുടങ്ങുന്നു. കാർട്ടിലേജ് നശിക്കാൻ തുടങ്ങുന്നു. കാർട്ടിലേജിന് ഡാമേജ് ഉണ്ടാക്കാൻ ആരംഭിക്കുന്നു. ഓക്കെ, ദെൻ കാർട്ടിലേജ് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ കാർട്ടിലേജിന്റെ അടിയിൽ വരുന്ന ഭാഗമാണ് നമ്മൾ ബോൺ എന്ന് പറയുന്നത്, സബ് കോൺട്രൽ ബോണ്. ഈ ബോണിന്റെ ഡെൻസിറ്റി കുറയാൻ സംഭവിക്കുന്നു. ഓക്കെ, ബോണിന്റെ ഡെൻസിറ്റി കുറയുന്നു. ഓക്കെ, അതായത് ബോണിൽ റീസോപ്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, അതാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് ഇറോഷൻ എന്ന് പറയുന്നത്, ബോണി ഇറോഷൻ, മാർജിനൽ ബോൺ ഇറോഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്, പിന്നെ പോയിന്റ് ആണ്, എല്ലാവരും ഓർത്തു വെക്കുക. ഇറോഷൻ ഓഫ് ബോൺ, ഇറോഷൻ ഓഫ് ബോൺ, ഞാൻ 2-3 പ്രാവശ്യം പറയാണ്, ഇറോഷൻ ഓഫ് ബോൺ. അത് റിമറ്റോഡ് ആർത്രൈറ്റിസിൽ ഉണ്ടാവുന്നുണ്ട്. ഓർത്തു വെക്കുക, ഇറോഷൻ ഓഫ് ബോൺ എന്തിൽ സംഭവിക്കുന്നുണ്ട്? നമ്മളുടെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബോണി ഇറോഷൻ ഉണ്ടാവുന്നു. ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ജോയിന്റിൽ ഡിഫോമിറ്റി സംഭവിക്കുന്നു. ജോയിന്റിൽ ഡിഫോമിറ്റി സംഭവിക്കുന്നു. സോ ഇതാണ് അതിന്റെ ഒരു ജോയിന്റ് ഡിഫോമിറ്റി സംഭവിച്ചു. ഫൈനലി എന്താണ് സംഭവിക്കുന്നത്? ജോയിന്റിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, ജോയിന്റിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുകയാണ്, മൊബിലിറ്റി നഷ്ടപ്പെടുകയാണ്, ജോയിന്റിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുകയാണ്, പെയിൻ വരികയാണ്. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉദിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു പാത്തോഫിസിയോളജി എന്ന് പറയുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ എന്താണ്? എന്തെങ്കിലും നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷന്റെ ഭാഗമായിട്ട് സൈനോവൈറ്റിസ് ഉണ്ടാവുന്നു. സൈനോവൈറ്റിസ് കാരണം പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനസ് ഫോർമേഷൻ ഉണ്ടാവുന്നു. പാനസ് ഫോർമേഷൻ കാരണം എന്തുണ്ടാവുന്നു? നമ്മുടെ കാർട്ടിലേജ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. കാർട്ടിലേജ് നശിക്കുന്നത് കൂടി അതിന്റെ അടിയിലുള്ള ബോണിനെ ബാധിച്ചു തുടങ്ങുന്നു. ബോണിൽ എന്ത് സംഭവിക്കുന്നു? ബോൺ ഡെൻസിറ്റി കുറയുന്നു, ബോൺ റീസോപ്ഷൻ വരുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറോഷൻ ഓഫ് ബോൺ സംഭവിക്കുന്നു. ഇറോഷൻ ഓഫ് ബോൺ സംഭവിച്ചു. പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? ജോയിന്റിൽ ഡിഫോമിറ്റി ഉണ്ടാവുന്നു. ജോയിന്റിൽ ഡിഫോമിറ്റി ഉണ്ടാവുന്നു, ജോയിന്റിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നു. ഓക്കെ, പെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അവിടെ ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ പാത്തോഫിസിയോളജി എന്ന് പറയുന്നത്. സെയിം ടൈം നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പാത്തോഫിസിയോളജിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എവിടെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ആർട്ടിക്കുലാർ കാർട്ടിലേജിനെയാണ് ബാധിക്കുന്നത്. എവിടെയാണ് ബാധിക്കുന്നത്? ആർട്ടിക്കുലാർ കാർട്ടിലേജിനെയാണ് ഫസ്റ്റ് ബാധിക്കുന്നത്. സോ കാർട്ടിലേജിന് ഡാമേജ് ഉണ്ടാവുന്നു. കാർട്ടിലേജിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോയിന്റിന്റെ ഇടയിലുള്ള സ്പേസ് നാരോ ആവാൻ തുടങ്ങുന്നു. ജോയിന്റിന് ഇടയിലുള്ള സ്പേസ് നാരോ ആവുന്നു. കാർട്ടിലേജിന്റെ അടിയിൽ വരുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? സബ് കോൺട്രൽ ബോൺ എന്ന് പറയാം. സബ് കോൺട്രൽ ബോണിനെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സബ് കോൺട്രൽ ബോണിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. പക്ഷെ അവിടെ ഇറോഷൻ അല്ല സംഭവിക്കുന്നത്. പകരം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറോഷന്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഇറോഷൻ ഉണ്ടാവുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ അവിടെ സബ് കോൺട്രൽ ബോൺ ചേഞ്ചസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് സബ് കോൺട്രൽ സ്ക്ലിറോസിസും സബ് കോൺട്രൽ സിസ്റ്റ് ഫോർമേഷനും ആണ് അവിടെ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സബ് കോൺട്രൽ, ഓർത്തു വെക്കുക, സബ് കോൺട്രൽ സ്ക്ലിറോസിസ് ആൻഡ് സബ് കോൺട്രൽ സിസ്റ്റ്. ഓക്കെ, സബ് കോൺട്രൽ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ അവിടെ തിക്കാവുകയാണ്. നമ്മളെ സബ് കോൺട്രൽ ബോൺ എന്ന് പറയുന്നത് എന്താവുകയാണ്? തിക്കനാവുകയാണ്. മറിച്ച് അവിടെ എന്താവുന്നില്ല? ഇറോഷൻ സംഭവിക്കുന്നില്ല, ബോൺ നശിച്ചു പോകുന്നില്ല. പകരം അവിടെ എന്തുണ്ടാവണം? അവിടെ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുന്നു. അവിടെ ബോൺ എന്താവുകയാണ്? തിക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ എന്താ സംഭവിച്ചത്? ഇറോഷൻ ആണ് സംഭവിച്ചത്. ബോൺ റീസോപ്ഷൻ നടക്കുകയാണ് സംഭവിച്ചത്. ബോൺ നശിക്കുകയാണ് സംഭവിച്ചത്. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ അതല്ല സംഭവിക്കുന്നത്. പകരം അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ സബ് കോൺട്രൽ സ്ക്ലിറോസിസും സബ് കോൺട്രൽ സിസ്റ്റും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ലേറ്റർ അവിടെ എന്ത് സംഭവിക്കുന്നു? ഓസ്റ്റിയോഫൈറ്റ് ഫോം ചെയ്യുന്നു. ഓസ്റ്റിയോഫൈറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ജോയിന്റിന്റെ ഫ്രിക്ഷൻ ഉണ്ടാവാൻ തുടങ്ങുന്നു, ജോയിന്റിന്റെ ഫങ്ഷൻ കുറയുന്നു, മൊബിലിറ്റി കുറയുന്നു, വേദന ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മളുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെയും ഞാൻ നിങ്ങളോട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ പാത്തോഫിസിയോളജി പറഞ്ഞു, ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ പാത്തോഫിസിയോളജി പറഞ്ഞു. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 2 വ്യത്യാസം എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്? ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്താണ്? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ സൈനോവിയൽ മെംബ്രെയിൻ അഫക്ട് ചെയ്യുന്നു, പാനസ് ഫോർമേഷൻ ഉണ്ടാവുന്നു. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കാർട്ടിലേജ് ഡിസ്ട്രക്ഷന് ശേഷം ബോണി ഇറോഷൻ ഉണ്ടാവുന്നു. എന്താണ് ബോണി ഇറോഷൻ ഉണ്ടാവുന്നു? സെയിം ടൈം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്താ ഉണ്ടാവുന്നത്? കാർട്ടിലേജ് ഡാമേജിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് സബ് കോൺട്രൽ ബോൺ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. സബ് കോൺട്രൽ ബോൺ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബോൺ തിക്കൺ ആവുന്നു. അതിന് നമ്മൾ പറയുന്നത് എന്താ? സബ് കോൺട്രൽ സ്ക്ലിറോസിസ് എന്ന് പറയും. അതുപോലെ തന്നെ സബ് കോൺട്രൽ സിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നു. പിന്നെ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഓസ്റ്റിയോഫൈറ്റ് ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? ഓസ്റ്റിയോഫൈറ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഒരു രണ്ട് കാര്യം, ഇതാണ് എക്സാം പോയിന്റ് വ്യൂവിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. പാത്തോഫിസിയോളജി പറയുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ബോണി ഇറോഷൻ ഉണ്ടാവുന്നു. സെയിം ടൈം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്താണ് ഉണ്ടാവുന്നത്? സബ് കോൺട്രൽ സ്ക്ലിറോസിസ് ആൻഡ് സബ് കോൺട്രൽ സിസ്റ്റ് ലേറ്റർ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. ഈ കാര്യം, ഈ രണ്ട് പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ വ്യത്യാസങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഏജും റിസ്ക് ഫാക്ടേഴ്സും ഒന്ന് നോക്കാം. ഏജ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ ബോത്ത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നോക്കുകയാണെങ്കിൽ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഏജ് റിലേറ്റഡ് ആണ് എന്ന് പറയാം. കാരണം ഏജ് ഏജ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഒരു സ്ട്രോങ് റിസ്ക് ഫാക്ടർ ആണ്. ഓക്കെ, യൂഷ്വലി ഒരു 50 വയസ്സിന്റെ മുകളിലോടാണ് കോമൺ ആയിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണുന്നത്. ഓക്കെ, റിസ്ക് എന്ന് പറയുന്നത് ഏജ് കൂടുന്നതനുസരിച്ച് കൂടുന്നു. സെയിം ടൈം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് ഏത് ഏജിലും വരാം. ഓക്കെ, ഏത് ഏജിലും അത് സംഭവിക്കാം. വളരെ യങ് ഏജിൽ കാണാറുണ്ട്. പക്ഷെ കോമൺലി ഒരു 30 വയസ്സിന്റെ 60 വയസ്സിന്റെ ഇടയിലുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. രണ്ടാമത്തേത് ജെൻഡർ നോക്കുകയാണെങ്കിൽ രണ്ട് ജെൻഡറിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ വുമണിലാണ് അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. കോമൺലി എഫക്ട് ചെയ്യുന്നത് വുമണിലാണ്. ഓക്കെ, എസ്പെഷ്യലി എപ്പോഴാണ്? ആഫ്റ്റർ മെനപ്പോസ്. ആ പോയിന്റ് ഓർത്ത് വെക്കുക. ആഫ്റ്റർ മെനപ്പോസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് വരികയാണെങ്കിൽ വുമണിലുള്ള സാധ്യത എന്ന് പറയുന്നത് 2 മുതൽ 3 മടങ്ങ് കൂടുതലാണ്. ആണുങ്ങളെ അപേക്ഷിച്ച് 2 മുതൽ 3 മടങ്ങ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത സ്ത്രീകളിൽ കൂടുതലാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പറയാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഏജ് റിലേറ്റഡ് ഡിസീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ഒരു സ്ട്രോങ് റിസ്ക് ഫാക്ടർ ആണ്. പക്ഷെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏജ് ഒരു റിസ്ക് ഫാക്ടർ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഏജിലും അത് സംഭവിക്കാറുണ്ട്. ഇനി എന്തെങ്കിലും ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആരിൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്? നമ്മളെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉണ്ട്. കാരണം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്ട്രോങ് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. ഓക്കെ, അതേസമയം ഓസ്റ്റിയോ ആർത്രൈറ്റിസിലും വരികയാണെങ്കിൽ അവിടെയും ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ വെച്ച് നോക്കുമ്പോൾ സാധ്യത കുറവാണ്. ഓക്കെ, ദെൻ ഒബീസിറ്റി എന്ന് പറഞ്ഞ ഒരു മേജർ റിസ്ക് ഫാക്ടറാണ് നമ്മളുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ. അതേസമയം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ അങ്ങനെ ഒരു ഒബീസിറ്റി കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒബീസ് ആയ ഒരു വ്യക്തിയിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഡിസീസ് ബേർഡൻ എന്ന് പറയുന്നത് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് അതിൽ ഇതുള്ളത്. പിന്നെ ഒരു പ്രീവിയസ് ജോയിന്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലിഗമെന്റ് ഇഞ്ചറി, ACL ലിഗമെന്റ് ഇഞ്ചറി ഉള്ള ഓൾറെഡി സംഭവിച്ച ആളുകളിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് OA വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ACL ഇഞ്ചുറി അല്ലെങ്കിൽ മെനിസ്കൽ ഇഞ്ചുറി ഇതൊക്കെ സംഭവിച്ച ആളുകളിൽ ഒരു നോർമൽ ഇൻഡിവിജ്വലിനെ അപേക്ഷിച്ച് OA വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് നമുക്കറിയാം, ഓൾറെഡി നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതേസമയം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ അല്ല. പ്രീവിയസ് ജോയിന്റ് ഇഞ്ചുറി എന്ന് പറയുന്നത് അങ്ങനെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നില്ല. ഓക്കെ, സോ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഏജ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, OA vs RA എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോമൺലി എഫക്റ്റഡ് ജോയിന്റ്സ്. ഇത് നമ്മുടെ OA RAയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രൈമർലി ലാർജ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ലാർജ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട ജോയിന്റ്സ് ഏതൊക്കെയാണ് നമ്മളെ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ് എന്ന് പറയുന്നത്? നീയിലും ഹിപ്പിലുമാണ് കോമൺലി നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണപ്പെടുന്നത്. ദെൻ പിന്നെ എവിടെയൊക്കെ അത് വരുന്നുണ്ട്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് വളരെയധികം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നീയിലുണ്ട്, അതുപോലെ തന്നെ ഹിപ്പിലുണ്ട്. ദെൻ DIP ജോയിന്റ്സ് എടുത്തു പറയുന്നു, ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ്സ്. ഓർത്തു വെക്കുക, DIP മനസ്സിലോർത്ത് വെക്കുക. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് DIP
ഓസ്റ്റിയോ ആർത്രൈറ്റിസ് DIP എന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. DIP ജോയിന്റ്സിൽ കാണുന്നുണ്ട്. പിന്നെ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റിൽ PIP ജോയിന്റ്സിൽ കാണുന്നുണ്ട്. ദെൻ ഫസ്റ്റ് CMC ജോയിന്റ് അത് ഓർത്ത് വെക്കുക. ഫസ്റ്റ് CMC ജോയിന്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളുടെ സ്പൈനിലും സർവിക്കൽ സ്പൈനിലും ലംബാർ സ്പൈനിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ജോയിന്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ കോമൺലി എഫക്റ്റഡ് ജോയിന്റ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രധാനമായിട്ട് വരുന്നത് ലാർജ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ്, നീ ആൻഡ് ഹിപ്പ്, പിന്നെ നമ്മുടെ DIP ജോയിന്റ്. ഇത് നിങ്ങളുടെ മനസ്സിൽ OA എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് എക്സാമിന് വേണ്ടിയിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, സോ അതാണ് ഒരു ഹൈ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ OA കോമൺലി എഫക്ട്സ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ് ആൻഡ് DIP ജോയിന്റ്സ്. OA കോമൺലി എഫക്ട്സ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ് ആൻഡ് DIP ജോയിന്റ്സ്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്തിലോട്ട് വരാം? RAയിലേക്ക് വരികയാണെങ്കിൽ RA എഫക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ആരെയാണ്? നമ്മളുടെ ചെറിയ ജോയിന്റ്സ് ആണ്. അതായത് നമ്മൾ ചെറിയ ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ എവിടെയുള്ള ജോയിന്റ്സ് ആണ്? നമ്മളെ ഫൂട്ടിലും ഹാൻഡിലും വരുന്ന ജോയിന്റ്സ് അല്ലെ. അതിൽ പ്രധാനപ്പെട്ട ജോയിന്റ് എന്ന് പറഞ്ഞാൽ MCP ജോയിന്റ്, മെറ്റാകാർപ്പോ ഫലാഞ്ചിയൽ ജോയിന്റ്സിൽ വരാം. ഓക്കെ, പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ്സിൽ വരാം. ഓക്കെ, കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ RA, MCP, PIP, പിന്നെ റിസ്റ്റ് ജോയിന്റിൽ വരാം. ദെൻ മെറ്റാടാർസോ ഫലാഞ്ചിയൽ ജോയിന്റ്സിൽ വരാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്മോൾ ജോയിന്റ്സിൽ RA വരുന്നു ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിൽ ഒരാൾ നമ്മൾ അങ്ങ് ഒഴിവാക്കണം. RAയിൽ സ്മോൾ ജോയിന്റ്സിൽ വരുന്ന ഒരാളെ നമ്മൾ അങ്ങ് ഒഴിവാക്കണം. ആരാണത്? DIP ജോയിന്റ്. DIP ജോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലാതെ വരേണ്ടത് OA ആണ് വരേണ്ടത്, RA അല്ല വരേണ്ടത്. ഏതാണ് വരേണ്ടത്? OA ആണ്. DIP ജോയിന്റ്സ് നമ്മൾ OAയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു OA ജോയിന്റ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ് ലാർജ് ജോയിന്റ്സിലും DIP ജോയിന്റ്സിലാണ് വരിക എന്ന് പറഞ്ഞു. RA എന്ന് പറയുന്നത് സ്മോൾ ജോയിന്റ്സിലാണ് വരിക എന്ന് പറയും. പക്ഷെ ഒരാളെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കണം. ആരെയാണ്? RA എന്ന് ഒരാൾ ഒഴിവാക്കണം. ആരെ ഒഴിവാക്കേണ്ടത്? സ്മോൾ ജോയിന്റ് ആയിട്ടുള്ള ഡിസ്റ്റൽ ഇന്റർഫലാൻഡിയൽ ജോയിന്റ്സിനെ നമ്മൾ എന്താക്കണം? അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ അതാണ് ഹൈ ഈൽഡ് പോയിന്റ്. DIP ജോയിന്റ്സ് ആർ യൂഷ്വലി സ്പെയർഡ് ഇൻ RA. യൂഷ്വലി അത് എഫക്റ്റ് ആവാറില്ല. DIP ജോയിന്റ് RAയിൽ എഫക്റ്റ് ആവാറില്ല. ഏതിലാണ് എഫക്റ്റ് ആവാറുള്ളത്? OAയിലാണ് എഫക്റ്റ് ആവാറുള്ളത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ജോയിന്റ്സ് ഇൻവോൾവ്മെന്റ് ഒന്നുകൂടി നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. OAയിൽ എവിടെയൊക്കെയാണ് ലാർജ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ്? DIP ജോയിന്റ്സ് ഓർത്ത് വെക്കുക. RAയിലേക്ക് വരുമ്പോൾ ഏത് ജോയിന്റ്സ് ആണ്? നമ്മൾ സ്മോൾ ജോയിന്റ്സ്, ഹാൻഡിലെയും ഫൂട്ടിലെയും, മെറ്റാകാർബോഫലാഞ്ചിയൽ ജോയിന്റ്സ്, പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ്സ്, റിസ്റ്റ്, മെറ്റാടാർസോഫലാഞ്ചിയൽ ജോയിന്റ്സ്. ഒരാളെ നമ്മൾ ഒഴിവാക്കണം. RAയാണ്. ആരെ ഒഴിവാക്കേണ്ടത്? DIP ജോയിന്റിനെ ഓർത്ത് ഒഴിവാക്കുക കേട്ടോ. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരെ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഓക്കെ, ഇൻവോൾവ്മെന്റ്. ഓക്കെ, സോ അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുക, DIP ജോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കുക? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓർക്കുക. അതേസമയം മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിന്റ്, PIP ജോയിന്റ്, റിസ്റ്റ് ജോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കുക? RA ഓർക്കുക. മറന്നുപോകരുത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതെന്ന് പറയുന്നത് പിന്നെ ഒരാളെ RA എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ഹാൻഡ് ആണ്. ഓക്കെ, മെറ്റാകാർബോഫലാഞ്ചിയൽ ജോയിന്റിലും പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ്സിലും ഡിഫോമിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ സ്വെല്ലിംഗ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പെയിൻ ആൻഡ് മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ്. ഇത് രണ്ടും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എടുത്ത് കഴിയുകയാണെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പെയിന് വളരെയധികം വേഴ്സൺ ചെയ്യും, അധികമാവും. അതേസമയം പിന്നെ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ജോയിന്റ് ഇനാക്റ്റീവ് ആക്കി ഇട്ട് കഴിഞ്ഞാലാണ് പെയിനും സ്റ്റിഫ്നെസ്സും കൂടുക. അതേസമയം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എങ്ങനെയാണ്? നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വേദന കൂടുന്നു, റെസ്റ്റ് എടുക്കുമ്പോൾ വേദന കുറയുന്നു. അതേസമയം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നിങ്ങൾ റെസ്റ്റ് എടുത്താലാണ് വേദന വരിക. നിങ്ങളുടെ ജോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയാണ് ചെയ്യുക. ദെൻ അടുത്തത് മോർണിംഗ് സ്റ്റിഫ്നെസ്. രണ്ടിലും മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടാവും. പക്ഷേ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലെ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞത് കുറച്ച് ഷോർട്ടർ ആയിരിക്കും. അതായത് ഒരു 30 മിനിറ്റിന്റെ താഴെ ഉണ്ടാവുള്ളൂ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിന്റ് സ്റ്റിഫ്നെസ് അനുഭവപ്പെടും, പക്ഷെ ഒരു അരമണിക്കൂറിൽ താഴെ ഉണ്ടാവുള്ളൂ, അതിന്റെ മുകളിലോട്ട് പോകില്ല, പിന്നെ അത് കുറയും. അതേസമയം നമ്മളുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലെ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 30 to 60 മിനിറ്റ്സ്, മോർ ദാൻ 30 to 60 മിനിറ്റ്സ്, 1 മണിക്കൂറിന്റെ മുകളിൽ വരെയൊക്കെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അതായത് പ്രൊലോങ്ഡ് മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ
ഷോർട്ടർ മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ്. അത് രണ്ടും ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൽ നിങ്ങൾ ആക്ടിവിറ്റി ജെന്റിൽ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിംറ്റംസ് കുറയാണ് ചെയ്യുക. അതേസമയം നിങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വേദന കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിങ്ങൾ നിങ്ങളുടെ ജോയിന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ വേദന കൂടും. ആറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ ജെന്റിലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയും. അതേസമയം നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റിഫ്നെസ് കൂടും, ബുദ്ധിമുട്ട് കൂടും. ഓക്കെ. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൂടും. അതേസമയം ആ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൂടും. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇപ്പോൾ ഓയിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൂടും, റെസ്റ്റ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറയും. ആറയിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കുറയും. മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ജെന്റിൽ മൂവ്മെന്റ്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് കൂടും. ദാറ്റ് മീൻസ് സ്റ്റിഫ്നെസ് കൂടും. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. ഓക്കെ. ഓക്കെ. ദെൻ ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. OAL എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പെയിൻ. മെക്കാനിക്കൽ പെയിൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ആക്ടിവിറ്റി വേദന, നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് വേദന കൂടും. ക്രെപ്പിറ്റസ് ഉണ്ടാവും, ബോണി എൻലാർജ്മെന്റ് ഉണ്ടാവും, റേഞ്ച് ഓഫ് മോഷൻ കുറയും, ജോയിന്റിൽ ടെൻഡർനെസ് ഉണ്ടാവും, ഓസ്റ്റിയോഫൈറ്റ്സ് ഉണ്ടാവും, നമ്മുടെ ജോയിന്റ് ചുറ്റുള്ള മസിൽ വീക്ക്നെസ്, പിന്നെ മസിൽ വീക്ക്നെസ് ഉണ്ടാവും. ജോയിന്റ് ചുറ്റുള്ള മസിലിന് വീക്ക്നെസ് ഉണ്ടാവും. റൊമറ്റോയിഡ് ആർത്രൈറ്റിസിലേക്ക് വരികയാണെങ്കിൽ അവിടെ അക്യൂട്ട് സ്റ്റേജ് ആണെങ്കിൽ അവിടെ വാം ഉണ്ടാവും, സൊള്ളനായിരിക്കും. ജോയിന്റ് വാം ആൻഡ് സൊള്ളനായിരിക്കും. ടെൻഡർനെസ് ഉണ്ടാവും, പ്രൊലോങ്ഡ് മോർണിംഗ് സിക്നസ് ഉണ്ടാവും. ദെൻ സിമെട്രിക്കൽ ജോയിന്റ് ഇൻവോൾവ്മെന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് വലത്തെ കയ്യിലുണ്ടെങ്കിൽ ഇടത്തെ കയ്യിലും ഉണ്ടാവും. അങ്ങനെയാണ് കോമൺലി അതിന്റെ ഒരു പ്രസന്റേഷൻ വരിക. സെയിം ടൈം വലത്തെ കയ്യിലുണ്ടെങ്കിൽ ഇടത്തെ കയ്യിലും ഉണ്ടാവും 6. അതേസമയം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അസിമെട്രിക്കൽ ആണ്. പിന്നെ രണ്ട് സൈഡിലും ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ നിങ്ങൾ ONE കേസുകൾ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസ് ഇഷ്ടം പോലെ കാണും. പലപ്പോഴും ബൈലാറ്ററൽ OA ഉണ്ടാവാറുണ്ട്, പക്ഷെ റയലാണ്. പിന്നെ യൂണിലാറ്ററൽ OA ഉണ്ടാവാറുണ്ട്. അതേസമയം പിന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഒരു ഹാൻഡ് ഇൻവോൾവ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആളാണെങ്കിൽ രണ്ട് കയ്യിൽ ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. സിമെട്രിക്കൽ പ്രസന്റേഷൻ ആയിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ജോയിന്റ് ഡിഫോമിറ്റീസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫോമിറ്റി. ഇത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരു ഹാൻഡ് ആണ്. അവിടെ നമുക്ക് ഡിഫോമിറ്റീസ് പ്രസന്റ് ആണ്. എന്തൊക്കെ ഡിഫോമിറ്റീസാണ് വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ക്ലിനിക്കൽ പ്രസന്റേഷൻ നമ്മൾ പറഞ്ഞു, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു രണ്ടിൻ്റെയും. ഓക്കെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതെന്ന് പറയുന്നത് സിമെട്രിക്കൽ ജോയിന്റ് ഇൻവോൾവ്മെന്റ് ഇൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിക്സ്. നമ്മൾ OAനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് RAയിലുള്ള പിന്നെ ജോയിന്റ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ. സോ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് സൊള്ളൻ ജോയിന്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, അവിടെ ഒരു വാം ഉണ്ടാവും. ഒക്കെ അക്യൂട്ട് സ്റ്റേജിലാണ് കേട്ടോ, എർലി സ്റ്റേജിലാണ് ഉണ്ടാവുക. ഓക്കെ. ദെൻ വാട്ട് ആർ ദ ഡിഫോമിറ്റീസ് പ്രസന്റ് ഇൻ OA ആൻഡ് RA? ഓക്കെ. OAയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിഫോമിറ്റി എന്ന് പറയുന്നത് ഹെബർഡൻസ് നോഡ്സ് ആണ്. ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ കാണുന്ന ഒരു ഡിഫോമിറ്റിയാണ്. നമ്മൾ പറയുന്നവരാണ് ഹെബർഡൻസ് നോഡ്സ് എന്ന് പറയും. ഓക്കെ. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഹെബർഡൻസ് നോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്നത് OAയിലാണ്. എവിടെയാണ് അത് വരിക? DIP ജോയിന്റിലാണ് വരിക. ഈ പിക്ചറിൽ നോക്കുക. ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബൗച്ചാർഡ്സ് നോഡ്സ് ആണ്. അത് PIP ജോയിന്റ്സിലാണ് ഉണ്ടാവുക. PIP ജോയിന്റ്സിലുള്ള ഒരു പിന്നെ ഡിഫോമിറ്റിയാണ് ബൗച്ചാർഡ്സ് നോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക, ഹെബർഡൻസ് നോഡ്സും ബൗച്ചാർഡ്സ് നോഡ്സും. ഓക്കെ. ദെൻ RAയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഡിഫോമിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിനിയർ ഡിഫോമിറ്റി ആണ്. ബോട്ടിനിയർ ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ഫ്ലെക്ഷനും DIP ജോയിന്റ് ഹൈപ്പർ എക്സ്റ്റൻഷനും. ഓക്കെ. ബോട്ടിനിയർ ഡിഫോമിറ്റി എന്താണ്? അവിടെ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ് എന്ന് പറയുന്നത് ഫ്ലെക്ഷനും ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ് എന്ന് പറയുന്നത് ഹൈപ്പർ എക്സ്റ്റൻഷനും. PIP ഫ്ലെക്ഷൻ, DIP ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഇതിനാണ് പിന്നെ നമ്മൾ എന്താ പറയുക, ബോട്ടിനിയർ ഡിഫോമിറ്റി എന്ന് പറയാം. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഒരു ഡിഫോമിറ്റി എന്ന് പറയുന്നത് സ്വാൻ നെക്ക് ഡിഫോമിറ്റി ആണ്. സ്വാൻ നെക്ക് ഡിഫോമിറ്റി. സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PIP ഹൈപ്പർ എക്സ്റ്റൻഷനും നേരെ ഓപ്പോസിറ്റ്, ബോട്ടിനിയർ ഡിഫോമിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് PIP ഹൈപ്പർ എക്സ്റ്റൻഷനും DIP ഫ്ലെക്ഷനും. PIP ഈ ചിത്രത്തിൽ നോക്കുക, PIP ഹൈപ്പർ എക്സ്റ്റൻഷൻ, ദെൻ PIP ഹൈപ്പർ എക്സ്റ്റൻഷൻ, ദെൻ DIP ഫ്ലെക്ഷൻ. PIP ഹൈപ്പർ എക്സ്റ്റൻഷൻ, DIP ഫ്ലെക്ഷൻ. അതിനാണ് നമ്മൾ സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറയുക. അപ്പോൾ RAയിൽ കാണുന്ന
ഡിഫോമിറ്റി ആണ്. ദെൻ അടുത്തതാണ് ആറിൽ വരുന്ന മൂന്നാമത്തെ ഡിഫോമിറ്റി എന്നാണ് അൾനാർ ഡീവിയേഷൻ ആണ്. പ്രധാനപ്പെട്ട എവിടെയാണ് കാണാം, MCP ജോയിന്റിലാണ് അൾനാർ ഡീവിയേഷൻ കാണാം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ക്യാൻ സീ ഹിയർ മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിന്റിൽ അൾനാർ ഡീവിയേഷൻ യു ക്യാൻ സീ ഹിയർ. ഓക്കെ, സോ അപ്പോൾ ഡിഫോമിറ്റീസ് നോക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫോമിറ്റീസ് എന്ന് പറഞ്ഞാൽ OA വരുന്ന രണ്ട് ഡിഫോമിറ്റീസ് ഓർത്ത് വെക്കുക. ഹെബർഡൻസ് നോട്ട്, ബൗച്ചാർഡ് നോട്ട്സ്. ഹെബർഡൻസ് നോട്ട് എന്ന് പറഞ്ഞാൽ DIP ജോയിൻസ്, ബൗച്ചാർഡ്സ് നോട്ട്സ് എന്ന് പറയുന്നത് PIP ജോയിൻസിൽ. ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ RAയിൽ വരുന്ന ഡിഫോമിറ്റി ഒന്ന് ബോട്ടിനിയർ ഡിഫോമിറ്റി, അവിടെ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ് ഫ്ലെക്ഷൻ, DIP ജോയിന്റ് ഹൈപ്പർ എക്സ്റ്റൻഷൻ. സ്വാനക് ഡിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PIP ഹൈപ്പർ എക്സ്റ്റൻഷൻ, DIP ഫ്ലെക്ഷൻ ഓർത്ത് വെക്കുക. ദെൻ MCP ജോയിന്റിലെ അൾനാർ ഡീവിയേഷൻ. ഇതാണ് RAയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിഫോമിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇനി സിസ്റ്റമിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അതേസമയം OA എന്ന് പറയുന്നത് വെറും ഒരു ഡീജനറേറ്റീവ് ഡിസീസ് മാത്രമാണ്, വേറെയുള്ള സിസ്റ്റംസ് ഒന്നും ഇൻവോൾവ് ആകുന്നില്ല. സോ OAയിൽ യൂഷ്വലി നോ മേജർ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ, അത് ജോയിന്റിൽ മാത്രം ഉള്ളൂ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ജോയിന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം RA എന്ന് പറയുമ്പോൾ അത് സിസ്റ്റമിക് ആണ്, മറ്റു സിസ്റ്റത്തിനെ കൂടെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് ഫെറ്റീഗ് ഉണ്ടാവാം, ഫീവർ ഉണ്ടാവാം, ഫീലിംഗ് നോട്ട് വെൽ, മലൈസ് ഉണ്ടാവാം, റുമറ്റോയിഡ് നോഡ്യൂൾസ് ഉണ്ടാവാം, അനീമിയ ഉണ്ടാവാം, അത് കണ്ണിനെ ബാധിക്കാം. ദെൻ കാർഡിയോ പൾമണറി മാനിഫെസ്റ്റേഷൻ, നമ്മൾ CVSനെയും പൾമണറി സിസ്റ്റത്തിനെയും ഒക്കെ അത് ബാധിക്കാം. ഓക്കെ, അതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ. സോ അപ്പോൾ സിസ്റ്റമിക് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് പനിയുണ്ട്, മലൈസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഫെറ്റീഗ് ഉണ്ട്, പിന്നെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ട്, അനീമിയ ഉണ്ട്, അയാളെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലും പൾമണറി സിസ്റ്റത്തിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിന്റ് മാത്രമല്ല ഈ പറഞ്ഞ പ്രശ്നങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് എന്താണ്, ഈ സിസ്റ്റമിക് സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് RA ആവാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ സിസ്റ്റമിക് സിംറ്റംസ് ഇല്ല, ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റമിക് സിംറ്റംസ് പ്രസന്റ് ഇൻ RA, നോ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ പ്രസന്റ് ഇൻ OA. ഓർത്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ OAയിൽ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എക്സ്റേ ആണ്. കെല്ലഗ്രൻ ലോറൻസ് സ്കെയിലിന്റെ ബേസിൽ നമ്മൾ OAനെ സ്റ്റേജ് ചെയ്യും, അത് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, സോ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് എക്സ്റേയിൽ നമുക്ക് കാണാൻ പറ്റുക? എക്സ്റേ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് സ്പേസ് കുറയും, ഓസ്റ്റിയോഫൈറ്റ്സ് പ്രസന്റ് ആയിരിക്കും, സബ് കോണ്ടൽ സ്ക്ലിറോസിസും സബ് കോണ്ടൽ സിസ്റ്റും ഉണ്ടാവും. സബ് കോണ്ടൽ ചേഞ്ചസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ലോസ് നോർത്താൽ മതി. ദെൻ RAന്റെ എക്സ്റേയിലേക്ക് വരികയാണെങ്കിൽ ജോയിന്റ് സ്പേസ് നാരോയിങ് ഉണ്ടാവും. ഇറോഷൻസ് ഓർത്ത് വെക്കുക. RA എന്ന് പറയുമ്പോൾ എന്തോ ഓർത്ത് വെക്കുക, ഇറോഷൻസ് ഓർത്ത് വെക്കുക. മാർജിനൽ ഇറോഷൻസ് ഉണ്ടാവും. ദെൻ പെരി ആർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ ഉണ്ടാവും, അത് ബോൺ ഡെൻസിറ്റി അവിടെ കുറയും. ഓക്കെ, പെരി ആർട്ടിക്കുലർ അതായത് നമ്മൾ അറൗണ്ട് ജോയിന്റിന്റെ ബോണിന്റെ പിന്നെ ഡെൻസിറ്റി കുറയും. ദെൻ അവിടെ ഡിഫോമിറ്റി പ്രസന്റ് ആയിരിക്കും. ദെൻ RAയിൽ ഇപ്പോൾ OAയിൽ നമ്മൾ ലബോറട്ടറി ഫൈൻഡിങ്ങിലേക്കൊന്നും പോകില്ല, എക്സ്റേ ഈസ് ഇനഫ്. ഇനി RAന്റെ ഡയഗ്നോസിസിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ ലബോറട്ടറി ഫൈൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ബേസിലാണ് നമ്മൾ പിന്നെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുക. അപ്പോൾ RAയിൽ വരുന്ന പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് റുമറ്റോയിഡ് ഫാക്ടർ ആണ്, RF റുമറ്റോയിഡ് ഫാക്ടർ പ്രസന്റ് ആയിരിക്കും. ദെൻ CCP ആന്റി സൈക്ലിക് സിട്രുലിനേറ്റഡ് പോളിപെപ്റ്റൈഡ് ആന്റിബോഡീസ് പ്രസന്റ് ആയിരിക്കും. ദെൻ ESRും അതുപോലെ തന്നെ നമ്മളുടെ റിയാക്റ്റീവ് പ്രോട്ടീനും എലവേറ്റഡ് ആയിരിക്കും, മേ ബി എലവേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ലബോറട്ടറി ഫൈൻഡിങ്. അപ്പോൾ അതും ഓർത്ത് വെക്കുക കേട്ടോ. ഓസ്റ്റിയോ ആർത്രൈറ്റിസിലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ഈസ് ഇനഫ്. ദെൻ റുമറ്റോയിഡ് ആർത്രൈറ്റിക്സിന്റെ കേസിലേക്ക് ലബോറട്ടറി ഫൈൻഡിങ് ഇസ് റിക്വയർഡ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ലബോറട്ടറി ഫൈൻഡിങ്സ് 3 ഓർത്ത് വെക്കുക: RF, CCP ആന്റിബോഡീസ്, ദെൻ ESR ആൻഡ് CRP ലെവൽ. ഓക്കെ, ഈ കാര്യം ഓർത്ത് വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇനി ഫിസിയോതെറാപ്പി മാനേജ്മെന്റിലേക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളെ OAന്റെ കേസിൽ നമുക്ക് വേദന കുറയ്ക്കണം, ഫങ്ഷൻ കൂട്ടണം, മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ ഇതൊരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് ആയതുകൊണ്ട് അവിടെ റീജനറേഷൻ പോസിബിൾ അല്ല. നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് നമ്മളെ ജോയിന്റിനെ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ ഉള്ള മൊബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, സോ നമുക്ക് അതിൽ വരുന്ന കാര്യങ്ങൾ പേഷ്യന്റ് എഡ്യൂക്കേഷൻ, വെയിറ്റ് മാനേജ്മെന്റ്, വെൻ അപ്രോപ്രിയേറ്റ്. അത് ഒബീസ് ആയ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ദെൻ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസ് around the joint for around the
മസിൽസ് ഓഫ് ജോയിന്റ്. ദെൻ എയറോബിക് എക്സസൈസും ഫങ്ഷണൽ ട്രെയിനിങ്, ഗേറ്റ് ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ, ദെൻ അസ്റ്റീരിയേഴ്സ് ആണെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. ദെൻ ജോയിന്റ് പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് നീ ഓയിൽ കോഡിസെപ്സ് സ്ട്രെങ്തൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നീ ആണ്. അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നതും ഒഎൻഇ കേസുകളാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് നമ്മളെ കോഡിസെപ്സ് സ്ട്രെങ്തനിങ് ആണ്. മേജർ പവർ ഹൗസ് ഓഫ് നീ ജോയിന്റ് ആണ് കോഡിസെപ്സ് മസിൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. കോഡിസെപ്സ് സ്ട്രെങ്തനിങ് ഈസ് പാർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ദെൻ ആറയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്റ്റേജ് ഉണ്ട്. അതായത് പിന്നെ ഒരു അക്യൂട്ട് സ്റ്റേജ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ ഉണ്ട്. അതുപോലെ തന്നെ അതായത് അതിനെ നമ്മൾ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയാം. അതായത് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഭയങ്കരമായിട്ട് അധികമുള്ള ഒരു അവസ്ഥ. ജോയിന്റ് സ്വെല്ലിങ്, വാംത്ത്, ടെൻഡർനെസ്, ഇതൊക്കെ ഭയങ്കര വേദന, ഇതൊക്കെയുള്ള അവസ്ഥ. അതിനെ നമ്മൾ പറയുന്നത് ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ അക്യൂട്ട് സ്റ്റേജിൽ, അല്ലെങ്കിൽ അതിന് ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയാം. ചില കേസിൽ അതെന്താവും, ചില ആളുകൾ അത് കൺട്രോൾഡ് ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇതുപോലെ ഭയങ്കരമായിട്ട് സിംറ്റംസ് വേഴ്സൺ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ രണ്ട് സ്റ്റേജ് നമ്മളെ മനസ്സിലുണ്ടാവണം. ആക്റ്റീവ് സ്റ്റേജും ഉണ്ട്, ആറയിലെ ആക്റ്റീവ് സ്റ്റേജും ഉണ്ട്, കൺട്രോൾഡ് സ്റ്റേജും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്യൂറിങ് ആക്റ്റീവ് ഇൻഫ്ലമേഷനിൽ നമുക്ക് ജോയിന്റ് പ്രൊട്ടക്ട് ചെയ്യുക, ജോയിന്റിലേക്ക് എക്സസൈസ് ലോഡിങ് വരുന്നത് പ്രിവെന്റ് ചെയ്യുക, വേദന കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, ജെന്റിൽ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് കൊടുക്കുക. ദെൻ അഗ്രസീവ് സ്ട്രെങ്തനിങ് ഒന്നും നമ്മൾ ഈ പറഞ്ഞ ആക്റ്റീവ് ഇൻഫ്ലമേഷൻ സ്റ്റേജിൽ കൊടുക്കില്ല. ദെൻ ലോങ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും പുറത്തു പിന്നെ ഒന്ന് കൺട്രോൾഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രെങ്തനിങ്, എയറോബിക് കണ്ടീഷനിങ്, റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, ജോയിന്റ് പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ്, ഫങ്ഷണൽ ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും ഒരേ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അല്ല നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ മോഡിഫൈ ചെയ്യും ബേസ്ഡ് ഓൺ ദി ഡിസീസ്, അതായത് ഡിസീസ് ആക്ടിവിറ്റി, അക്കോർഡിംഗ് ടു ഡിസീസ് ആക്ടിവിറ്റി. അതായത് ഞാൻ പറഞ്ഞു ഒരു ആക്റ്റീവ് സ്റ്റേജും ഉണ്ട്, കൺട്രോൾഡ് സ്റ്റേജും ഉണ്ട്. അപ്പൊ ആക്റ്റീവ് സ്റ്റേജിൽ നമ്മൾ വളരെ ജെന്റിലായുള്ള മൂവ്മെന്റ്സും അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ നമ്മൾ ജെന്റിലായിട്ട് മൂവ്മെന്റ്സ് കൊടുക്കും, അഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. അതേസമയം കൺട്രോൾ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ പിന്നെ ഹാർഡായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും കൊടുക്കും. ആ ഒരു ഡിഫറൻസ് അത് നമ്മൾ മോഡിഫൈ ചെയ്യും എക്സസൈസ് ബേസ്ഡ് ഓൺ ഡിസീസ് ആക്ടിവിറ്റീനെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യും. ഓക്കെ. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ. അപ്പൊ ഇത്രയാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞു വേണം, ഇപ്പൊ ഒരു ആക്റ്റീവ് സ്റ്റേജിൽ നമ്മൾ ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ഒന്നും കൊടുക്കൂല, അല്ലെങ്കിൽ ഒരു ലോങ് ഡ്യൂറേഷൻ എക്സസൈസുകൾ നമ്മൾ കൊടുക്കില്ല, ജെന്റിൽ ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതേസമയം അത് കൺട്രോൾ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് എക്സസൈസുകൾ, കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂട്ടിയിട്ടുള്ള എക്സസൈസുകൾ, ഡ്യൂറേഷൻ കൂട്ടിയുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ഡിസീസ് ആക്ടിവിറ്റി നമ്മൾ എക്സസൈസിനെ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈഡ് ചെയ്യും. ആ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ പിന്നെ OA ആൻഡ് RA തമ്മിലുള്ള ഡിഫറൻസിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OA എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് ആണ്. RA എന്ന് പറയുന്നത് സിസ്റ്റമിക് ഓർത്തു വെക്കുക, സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ജോയിന്റ് ഡിസീസ് ആണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാത്തോഫിസിയോളജി നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എഫക്ട് ചെയ്യുന്നത് OA ഫസ്റ്റ് എഫക്ട് ചെയ്യുന്ന ആർട്ടിക്കുലർ കാർട്ടിലേജിനെയാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എഫക്ട് ചെയ്യുന്നത് സൈനോവിയൽ മെംബ്രെയിൻ ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നമ്മളെ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സബ് കോൺട്രൽ ബോൺ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, സബ് കോൺട്രൽ സിസ്റ്റും സബ് കോൺട്രൽ സ്ക്ലിറോസിസും. സെയിം ടൈം ആറിലേക്ക് പോവുകയാണെങ്കിൽ സൈനോവിയൽ മെംബ്രെയിൻ ഫസ്റ്റ് എഫക്ട് ചെയ്യും, പിന്നെ പാനസ് ഫോർമേഷൻ ഉണ്ടാവും, കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാവും. കാർട്ടിലേജ് ഡാമേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സബ് കോൺട്രൽ ബോൺ ചേഞ്ചസിന് പകരം ഇവിടെ ഇറോഷൻ ഓഫ് ബോൺ ആണ് ഉണ്ടാവുക, ഇറോഷൻ ഓഫ് ബോൺ. ആ പോയിന്റ് ഓർത്ത് വെക്കുക. സോ ആ ഇറോഷൻ ഓഫ് ബോൺ ഇൻ RA, സബ് കോൺട്രൽ ചേഞ്ചസ് ഇൻ OA ഓർത്ത് വെക്കുക. ദെൻ പിന്നെ നമ്മൾ കോമൺലി എഫക്റ്റഡ് ജോയിന്റ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു OA എന്ന് പറയുമ്പോൾ ലാർജ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ് ആൻഡ് DIP. ദെൻ RAയിലേക്ക് വരുന്ന സമയത്ത് MCP, PIP, ബ്രസ്റ്റ് MTP, DIP ഒഴിവാക്കുക. ഓക്കെ. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ പെയിൻ ആൻഡ് മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ OAയിൽ ഡ്യൂറിങ് ആക്ടിവിറ്റി
പെയിൻ കൂടും, സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യും. മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഷോർട്ടർ ആയിരിക്കും. ദ സെയിം ടൈം ആറയിൽ നിങ്ങൾ ആക്ടിവിറ്റി ജെന്റിൽ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിംറ്റംസ് കുറയും. അതേസമയം നിങ്ങൾ ഇനാക്റ്റീവ് ആയി നിൽക്കുന്ന സമയത്ത് സ്റ്റിഫ്നെസ് കൂടും. ദെൻ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ലോങ്ങർ ആയിരിക്കും. 1 മണിക്കൂറിന്റെ മുകളിൽ വരെ നിങ്ങൾക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ് അനുഭവപ്പെടാം. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആറെ പലപ്പോഴും സിമെട്രിക്കൽ പ്രസന്റേഷൻ ആയിരിക്കും വെൻ കമ്പയറിംഗ് ടു ഒ എ സിമെട്രിക്കൽ ആവാം. അതേസമയം ആറെ എന്ന് പറയുമ്പോൾ പലപ്പോഴും സിമെട്രിക്കൽ ആയിരിക്കും. സിമെട്രിക്കൽ ജോയിന്റ് ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഓർത്ത് വെക്കുക. ദെൻ ഒ എയിലുള്ള ഡിഫോമിറ്റീസ് എബഡൻസ് നോഡ്സും ബൗച്ചാർട്സ് നോഡ്സും, ആറയിൽ ബോട്ടിനിയർ ഡിഫോമിറ്റി, സോനെക് ഡിഫോമിറ്റി, അൾനാർ ഡീവിയേഷൻ, ഈ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ നോട്ട് പ്രസന്റ് ഇൻ ഒ എ, സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ പ്രസന്റ് ഇൻ ആർ എ, ഈ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ എക്സ്റേന്റെ കൂടെ ലബോറട്ടറി ഫൈൻഡിങ്സും കൂടെ ഓർത്ത് വെക്കുക. അതിൽ ആർ എ ഫാക്ടർ, ആർ എഫ് റുമറ്റോയിഡ് ഫാക്ടർ, പിന്നെ ആന്റി CCP ആന്റിബോഡീസ്, ESR, പിന്നെ C റിയാക്റ്റീവ് പ്രോട്ടീൻ, ഈ കാര്യം ഓർത്ത് വെക്കുക. ദെൻ ഫിസിയോതെറാപ്പി മാനേജ്മെന്റിന്റെ സമയത്ത് നിങ്ങൾ ആറേയിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡിസീസ് ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട്, അതായത് കൺട്രോൾഡ് സ്റ്റേജിലും ആക്റ്റീവ് സ്റ്റേജിലും നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യും. ഓക്കെ, ഒരേപോലെയല്ല കൊടുക്കുക. ഓക്കെ, ഈ കാര്യം ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഇതിന്റെ MCQലേക്ക് പോവുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു 65 വയസ്സുള്ള ഒരാള് പിന്നെ നീ വേദനയായിട്ട് നിങ്ങൾ എടുത്ത് വരികയാണ്. അയാൾ പറയാണ് നടക്കുന്ന സമയത്ത് വേദന കൂടുന്നു, റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേദന കുറയുന്നു. അതുപോലെ തന്നെ അയാൾക്ക് മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്, പക്ഷെ അത് ഒരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. മോർണിംഗ് സ്റ്റിഫ്നെസ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് കുറയും. കിട്ടി, അതിൽ തന്നെ കിട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്നു. അയാൾക്ക് വാക്കിങ്ങിലാണ് വേദന വരുന്നത്, അതായത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്. റെസ്റ്റ് ചെയ്യുമ്പോൾ വേദന കുറയുന്നു. മനസ്സിലേക്ക് ഓടി വരണം എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ദെൻ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഷോർട്ടർ ആണ്, വളരെ കുറച്ച് 15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ സ്റ്റിഫ്നെസ് കുറയുന്നുണ്ട്. അപ്പൊ എന്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? OA കിട്ടിയല്ലോ, OA. ഓക്കെ, അപ്പൊ ഏത് ഡയഗ്നോസിസ് ആണ്? ആൻസർ എന്താണ് ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. RA, OA, ഗൗട്ട്, ആങ്കോലൈസിങ് സ്പോണ്ടൈലൈറ്റിസ്. നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്? ദെൻ അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ഓക്കെ, ദെൻ വേറൊരു ഫാക്ടർ നോക്കണം. 65 വയസ്സുള്ള ആളാണ്, അപ്പൊ ഏജും കൂടെ നിങ്ങളെ മനസ്സിലേക്ക് വരണം. 50 വയസ്സിന്റെ മുകളിലാണ് OA എന്ന് പറയുന്നത് കോമൺ. ഓക്കെ, ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ദെൻ ഇവർ പറഞ്ഞ നീ ആണ്. നീ എന്ന് പറയുമ്പോൾ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്. ഇപ്പോൾ OAയിലാണ് വെയിറ്റ് ബിയറിംഗ് ജോയിന്റ് കോമൺലി ഇൻവോൾവ് ആവുന്നത്. ദെൻ ആക്ടിവിറ്റിയിലാണ് വേദന കൂടുന്നത്, മെക്കാനിക്കൽ പെയിൻ ആണ്, അത് OA ആണ്. ദെൻ മോർണിംഗ് സ്റ്റിഫ്നെസ് ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് OA ആണ്, മറന്നു പോയത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ജോയിന്റ് ഇൻവോൾവ്മെന്റ് ഈസ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്? അപ്പൊ ഇതിൽ കൊടുത്തിട്ടുണ്ട് DIP ജോയിന്റ്, ഫസ്റ്റ് CMC ജോയിന്റ്, MCP ആൻഡ് PIP ജോയിന്റ്, ആൻഡ് ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റ്സ് ഓഫ് ദി തമ്പ് ഓൺലി. സോ ഇതിൽ ഏതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിങ്ങളെ മനസ്സിൽ ആദ്യമേ ഓർത്ത് വേണം DIP ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഏത് വരണമെന്ന് ഞാൻ പറഞ്ഞേ? OA, DIP ജോയിന്റ്, OA, DIP ജോയിന്റ്, OA. അതേസമയം ബാക്കിയുള്ള ജോയിന്റ്സ് CMC ജോയിന്റിൽ RA വരാം. ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചിയൽ ജോയിന്റിൽ RA കോമൺ ആയിട്ട് വരുന്നില്ല, RA OA ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം. അപ്പൊ ഇതിൽ അപ്പൊ ഏതൊക്കെയാണ്? മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിന്റ്സിൽ ഡെഫിനറ്റ്ലി അത് RA ആയിരിക്കും. ദെൻ PIP ജോയിന്റ് പറയുന്നുണ്ട്. PIP ജോയിന്റ് ഇപ്പൊ MCP ആൻഡ് PIP അതെന്തായിരിക്കും? RA ആയിരിക്കും. അപ്പൊ ഇതിൽ ആൻസർ എന്തായിരിക്കും? MCP ആൻഡ് PIP ജോയിന്റ്. DIP ജോയിന്റ് ഒരിക്കലും ആവില്ല. DIP ജോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി വരേണ്ടത് OA ആണ്. ഫസ്റ്റ് CMC ജോയിന്റിൽ വരാം, പക്ഷെ ഈ 4 ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് MCP ആൻഡ് PIP ജോയിന്റ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് MCP ആൻഡ് PIP ജോയിന്റ്. RA കോമൺലി എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, MCP, PIP, റിസ്റ്റ് ആൻഡ് MTP ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. DIP ജോയിന്റ് എന്ന് പറയുന്നത് സ്പെയർഡ് ആണ്. RAയിൽ DIP ജോയിന്റ് എന്ന് പറയുന്നത് ജനറലി സ്പെയർഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പേഷ്യന്റ് ഹാസ് ബോണി എൻലാർജ്മെന്റ് ഓഫ് DIP ജോയിന്റ്.
വിച്ച് കണ്ടീഷൻ ഇസ് മോസ്റ്റ് ലൈക്ലി? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, DIP ജോയിൻസിൽ വരുന്ന എൻലാർജ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഹെബഡൻസ് നോട്ട്. ഹെബഡൻസ് നോട്ട്സ് ഓർമ്മ ഉണ്ടല്ലോ. DIP ജോയിൻസിൽ ഹെബഡൻസ് നോട്ട്സും PIP ജോയിൻസിൽ ബൗച്ചാർഡ്സ് നോട്ട്സും ഓർമ്മ ഉണ്ടല്ലോ. DIP ജോയിൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് OA എന്ന് ഓർമ്മ വരണം. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്, വേറൊന്നും ചിന്തിക്കാനില്ല. ഓക്കെ, ദെൻ അടുത്തത്, വിച്ച് റേഡിയോഗ്രാഫിക് ഫൈൻഡിങ് ഈസ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്? ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? മാർജിനൽ ഇറോഷൻസ് ഉണ്ട്, പെരിയാർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ ഉണ്ട്, ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ ഉണ്ട്, പാനസ് ഫോർമേഷൻ ഉണ്ട്. വളരെ ഈസിയാണ്, ഞാൻ പാത്തോഫിസിയോളജി എടുത്തു പറഞ്ഞതിന്റെ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നത്. എന്താണ് മാർജിനൽ ഇറോഷൻസ്? എവിടെയാണ് മാർജിനൽ ഇറോഷൻ? പാനസ് ഫോർമേഷൻ വരുന്നു, കാർട്ടിലേജ് ഡാമേജ് ആവുന്നു, ബോണിൽ എന്ത് സംഭവിക്കുന്നു? പിന്നെ ഡെൻസിറ്റി കുറയുന്നു. ഓക്കെ, ബോണിൽ റീസോപ്ഷൻ സംഭവിക്കുന്നു. അതിനാണ് നമ്മൾ മാർജിനൽ ഇറോഷൻ എന്ന് പറയുക. അത് എന്തിലാ വരിക? ആറയിലാണ്, 100% ഉറപ്പ്, ആറയിലാണ്. ഓക്കെ, ദെൻ പെരിയാർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ, അതും ഞാൻ പറഞ്ഞു, ബോൺ ഡെൻസിറ്റി കുറയും, എറൗണ്ട് ജോയിന്റ് ബോണിൽ ഡെൻസിറ്റി കുറയും, അതിനെ നമ്മൾ ഓസ്റ്റിയോപീനിയ എന്ന് പറയാം. അത് ഏതിലാ വരിക? അതും ആറയിലാണ്. കാരണം OAയിൽ ഈ പറഞ്ഞ ബോൺ ഇറോഷൻസോ ബോണിന് നാശമൊന്നും വരുന്നില്ല. അവിടെ വെറും എന്ത് മാത്രമേ വരുന്നുള്ളൂ? സബ് കോൺട്രൽ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. സബ് കോൺട്രൽ സ്ക്ലിറോസിസും സബ് കോൺട്രൽ സിസ്റ്റും, അതായത് ബോൺ തിക്കൻ ആവുന്നു, പിന്നെ അവിടെ സിസ്റ്റ് ഉണ്ടാവുന്നു, അത് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എന്ത് വരുന്നുണ്ട്? ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷനും. ഓക്കെ, അപ്പം പെരിയാർട്ടിക്കൽ ഓസ്റ്റിയോപീനിയ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരേണ്ട ഏതാണ്? ആറയാണ്. ദെൻ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തിലേക്ക് പോകണം? OAയിലേക്ക് പോകണം. OA ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ OA, നോട്ട് RA. ബോണി ഇറോഷൻ, മാർജിനൽ ഇറോഷൻ എന്താണ്? RA. ദെൻ പാനസ് ഫോർമേഷൻ എന്ന് പറയണം, പ്രോലിഫറേറ്റീവ് ഗ്രാനുലേഷൻ ടിഷ്യൂ. സൈനോവൈറ്റിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് പാനസ് ഫോർമേഷൻ. അതെന്താണ്? RA. പാനസ് ഫോർമേഷൻ RA. നിങ്ങളെ തലയിൽ അങ്ങനെ വരണം, മനസ്സിലായില്ലേ? അപ്പൊ മാർജിനൽ ഇറോഷൻസ് എന്ന് പറയുമ്പോൾ RA, പെരിയാർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ എന്ന് പറയുമ്പോൾ RA, ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ OA, പാനസ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ RA. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. എന്താണ്? ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. യെസ്. സോ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എക്സ്റേ കാണുന്നതാണ് ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ പേഷ്യന്റ് വിത്ത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഹാസ് സിവിയർ മോർണിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് swollen MCP and PIP joints. വിച്ച് ഫിസിയോതെറാപ്പി അപ്രോച്ച് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡ്യൂറിംഗ് അക്യൂട്ട് ഇൻഫ്ലമേറ്ററി ഫ്ലെയർ? അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫിസിയോതെറാപ്പി മാനേജ്മെന്റിൽ ആക്റ്റീവ് സ്റ്റേജിലും കൺട്രോൾഡ് സ്റ്റേജും ഉണ്ട്. ആക്റ്റീവ് സ്റ്റേജിൽ നിങ്ങൾ അഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസ് കൊടുക്കാൻ പാടില്ല, ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് കൊടുക്കാൻ പാടില്ല, ലോങ് ഡ്യൂറേഷൻ എക്സസൈസ് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ഞാൻ നിങ്ങളോട് വളരെ അധികം പറഞ്ഞതാണ്. ഈ പറയുന്ന ആക്റ്റീവ് സ്റ്റേജിൽ മെയിനായിട്ട് നമ്മൾ ജോയിന്റ് പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത്. പിന്നെ ജെന്റിൽ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, അഗ്രസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് കൊടുക്കാൻ പാടില്ല. സോ ഇവിടെ നമ്മളോട് ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു അക്യൂട്ട് സ്റ്റേജ് ആണ്. നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു പേഷ്യന്റ് ആണ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യന്റ്, സിവിയർ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പം ഇവിടെ സിംറ്റംസ് സിവിയർ ആണ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ അക്യൂട്ട് സ്റ്റേജ്. അതുപോലെ തന്നെ MCP swollen ആണ്, MCP and PIP swollen ആണ്, സ്വെല്ലിംഗ് ഉണ്ട്, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ അക്യൂട്ട് സ്റ്റേജ്. സോ ഏത് ഫിസിയോതെറാപ്പി അപ്രോച്ച് ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ളത്? സോ ഹൈ ഇന്റൻസിറ്റി റെസിസ്റ്റൻസ് എക്സസൈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്, കൊടുക്കാൻ പാടില്ല. അഗ്രസീവ് ജോയിന്റ് മൊബിലൈസേഷൻ കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാൻ പാടില്ല. ദെൻ മാക്സിമൽ വെയിറ്റ് ബിയറിംഗ് എക്സസൈസ്, ഇപ്പോൾ അത് കൊടുക്കാൻ പാടില്ല. അക്യൂട്ട് സ്റ്റേജിൽ മാക്സിമൽ വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് കൊടുക്കാൻ പാടില്ല. ദെൻ അവിടെ നമ്മൾ കൊടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രൊട്ടക്ഷൻ, ജെന്റിൽ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് ആണ്. സോ ഡ്യൂറിംഗ് അക്യൂട്ട് ഇൻഫ്ലമേറ്ററി ഫ്ലെയർ, പ്രൊട്ടക്ട് ദ ജോയിന്റ് ആൻഡ് അവോയ്ഡ് എക്സസീവ് മെക്കാനിക്കൽ സ്ട്രെസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പിന്നെ OAയിലും RAയിലും എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ തലയിൽ ഓർത്ത് വെച്ച് പോവുക. വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യങ്ങൾ നിങ്ങൾ തലയിൽ ഓർത്ത് വെച്ച് പോവുക. പ്രധാനപ്പെട്ട ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. OA എന്ന് പറയുമ്പോൾ ഡീജനറേറ്റീവ്, RA എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസീസ്. OA എന്ന് പറയുമ്പോൾ ആർട്ടിക്കുലർ കാർട്ടിലേജ്, RA എന്ന് പറയുമ്പോൾ സൈനോവിയൽ മെംബ്രെയിൻ. OA എന്ന് പറയുമ്പോൾ അവിടെ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ, സബ് കോൺട്രൽ ബോണി ചേഞ്ചസ്, സബ് കോൺട്രൽ സിസ്റ്റ് ആൻഡ് സബ് കോൺട്രൽ സ്ക്ലെറോസിസ്. RA എന്ന് പറയുമ്പോൾ അവിടെ പാനസ് ഫോർമേഷൻ, ദെൻ ബോണി ഇറോഷൻസ്, ദെൻ പെരിയാർട്ടിക്കുലർ ഓസ്റ്റിയോപീനിയ. ആ കാര്യം ഓർത്ത് വെക്കുക. OA എന്ന് പറയുമ്പോൾ വെയിറ്റ് ബിയറിംഗ് ജോയിന്റ്സ് ആൻഡ് DIP ജോയിന്റ്സ്. അതേസമയം RA എന്ന് പറയുമ്പോൾ MCP ജോയിന്റ്, MTP ജോയിന്റ്സ്, PIP ജോയിന്റ്സ്. ആ കാര്യം ഓർത്ത് വെക്കുക.
ഓക്കെ, MCP ജോയിന്റ്, PIP ജോയിന്റ്സ്, MTP ജോയിന്റ്സ്, റിസ്റ്റ് ജോയിന്റ്, ആ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ വരുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൺഫ്യൂസ്ഡ് ആവണ്ട, 100% നിങ്ങൾക്ക് റൈറ്റ് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ പഠിച്ചത് മനോഹരം, ഇനി പഠിക്കാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി. ബൈ.